ഇപ്പോൾ ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മോഹനൻ, എന്താണ് സംഭവിച്ചത്? വലിയ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രകടിപ്പിക്കുന്നു. അത്യന്തം ദയനീയമായ ആണ്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോട് കൂടിയാണ് കുട്ടിയെ കാണാതാവുന്നത്. ഈ കുട്ടി അച്ഛന്റെ അടുത്താണ് കിടന്ന് ഉറങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 മണിയോടെ കാണാതായി. 2 മണിയോടെ കാണാൻ കഴിയും. അമ്മ ടോയ്ലറ്റിൽ പോയപ്പോ കട്ടിൽ കിടന്ന കൊച്ചിനെ അച്ഛന്റെ അടുത്തെടുത്ത് കിടത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ സ്ഥലത്തില്ലായിരുന്നു. ഒരു മരണാനന്തര ചടങ്ങ് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു, 16ന്റെ ചടങ്ങ്. അതിനുവേണ്ടി അച്ഛൻ വന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് അയാൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛന്റെ അടുത്താണ് കുട്ടിയെ കിടത്തിയിരുന്നത്. അതിനുശേഷമാണ് പൊടുന്നനെ കാണാതായി എന്നാണ് ഇപ്പൊ രാവിലെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊച്ചിനെ തൊട്ടടുത്ത കിണറ്റിലാണ്, വീടിനോട് ചേർന്നിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ആ കിണറ്റിനകത്താണ് മൃതദേഹം ഇപ്പൊ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. എന്തോ ചുറ്റുമതിലൊക്കെയുള്ള കിണറാണോ അതിന്റെ സാഹചര്യം? ചുറ്റുമതിലുള്ള കിണറാണ്. വീടിനോട് ചേർന്ന് തന്നെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാൽവഴുതി വീണതാണെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? നമുക്ക് അവിടുത്തെ ഒരു സാഹചര്യം പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. എന്നാലും മരണത്തിനകത്ത് ദുരൂഹതയുണ്ട്. കാരണം പക്ഷെ പരാതി എന്നിട്ട് പുലർച്ചെയാണ് നൽകുന്നത് അല്ലേ? 2 മണിക്ക് കാണാൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷെ പരാതി നൽകുന്നത് കുറെ സമയം കഴിഞ്ഞിട്ടാണ്. അതെ, രാവിലെയാണ് അത് അറിയാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ആ വീട്ടിൽ തീപിടുത്തം ഉണ്ടായെന്ന് കേൾക്കുന്നു. അതെന്താണ് സംഭവം? മുറിക്കകത്ത് ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിനും തീ കത്തിയെന്നും അഭിപ്രായം നല്ല പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള അറിവ് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഉള്ള ഒരു വിഷയം, ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഇവർക്ക് തമ്മിൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു സംശയം ഇപ്പൊ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസും പറയുന്നുണ്ട്. നിങ്ങളടക്കം എല്ലാവർക്കും തോന്നുന്നുണ്ട് അങ്ങനെ. ഇപ്പോൾ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതെ. താങ്കൾ അങ്ങോട്ടേക്ക് എത്തിയോ? പ്രദേശത്ത് എത്തിയോ? ഞാനിവിടെ സ്ഥലത്തുണ്ട്. പോലീസ് ഇപ്പൊ ഒരു സഹോദരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ആ തീ പിടിച്ച മുറിയിൽ താമസിച്ചിരുന്ന സഹോദരൻ അല്ലേ? തീ പിടിച്ച ആ വീട്ടിൽ തന്നെ ഇന്നലെ സഹോദരൻ ഇവരെ കൂടെ നിൽക്കുന്നയാളാണ്. ഇവര് ആ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ആ വീട്ടിൽ ആരൊക്കെയാണുള്ളത് താങ്കളുടെ അറിവിൽ? ആ വീട്ടിലുള്ളത് ഈ മരിച്ചുപോയ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയുടെ അമ്മ, പിന്നെ സഹോദരൻ. ഇത്രയും ഒരു വാടക വീടാണ്. ഓക്കെ. അപ്പോൾ പുലർച്ചെ 2 മണിക്ക് ഈ കുട്ടിയെ കാണാതായി എന്നാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നൊരു കാര്യം. ശ്രീ മോഹനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി വരികയാണ്. കാരണം പുലർച്ചെ 2 മണിയോട് കൂടി ആ കുട്ടിയെ കാണാതായി എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവർ പോലീസിൽ പരാതി പറയുന്നത് നേരം വെളുക്കുമ്പോഴാണ്. അവർ പറയുന്നത് തീപിടുത്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ എണീറ്റു, ആ സമയത്ത് കുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയെന്നാണ് അവർ പറയുന്നത്. അവരുടെ പ്രാഥമികമായ വാക്കുകളിൽ തന്നെ വലിയ പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പ്രശ്നമാണ്, അത് ദുരൂഹതയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അങ്ങനെ ഒരു ഉപദ്രവം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും പോലീസിനാണെങ്കിലും വലിയ സംശയങ്ങൾ. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മുൻപിൽ അതേ രീതിയിൽ സംശയങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് അറിയാൻ വേണ്ടിയിട്ട് വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ചൂഴ്ന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പുലർച്ചെ 2 മണിക്ക് ആ കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി പറയാൻ വൈകി? എന്തുകൊണ്ട് ഇത്രയും സമയം അവർ തെരഞ്ഞു നടന്നു? പിന്നീട് അവർ പരാതി പറയുമ്പോൾ ഞങ്ങൾ തീപിടുത്തം ഉണ്ടായപ്പോൾ എണീറ്റപ്പോഴാണ് കുട്ടിയെ കാണാതായതെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞത് എന്തിനാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ.